പറയാം അതിൻ്റെ ഇടയിൽ കൂടെ ഈ പിന്നെ പഴയകാലത്ത് ഞങ്ങളുടെ നാട്ടിലെ പിന്നെ ഈ കൃഷിയൊക്കെ ജമ്മിമാരുടേതാണല്ലോ. അപ്പോൾ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ഉണ്ടായി കൃഷി വിളവെടുപ്പ് കഴിഞ്ഞാൽ വലിയ ഔലുണ്ടാക്കിയിട്ട് ശർക്കരയും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ജമ്മിയുടെ അവിടെ വലിയൊരു മൗലുദ് നടക്കുത്തരം കേട്ടതാണ്. ഞാൻ കണ്ടിട്ടില്ലേ, സത്യമാണ്, സത്യമായ ആൾക്കാർ പറഞ്ഞതാണ്. എല്ലാ കേട്ടതും ശരിയായിക്കോളുന്നില്ല, പക്ഷെ സംഗതി ശരിയാണ്. അപ്പം അങ്ങനെ വലിയ വിശാലമായൊരു മൗലുദാണ്. മുറ്റത്ത് ഇങ്ങനെ പരമ്പൊക്കെ വിരിച്ചിട്ട് അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിരുന്ന് വട്ടത്തിലിരുന്നിട്ട് നല്ല മൗലുദ് ഇങ്ങനെ ഓതി. അങ്ങനെ മൗലുദൊക്കെ ഓതി കഴിഞ്ഞപ്പോ ജമ്മി ഇങ്ങനെ നോക്കി നടന്നു. കാര്യസ്ഥനെ വിളിച്ചിട്ട് ചോദിച്ചുത്രേ, ആ നോക്കി ഓതിയ ആൾക്കാരൊക്കെ ആരാന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ അത് മൂല്യന്മാരാണ് എന്ന് പറഞ്ഞു. ആ നോക്കാതെ ഓതിയോരോ ഒരു മൊല്ലാക്കാരാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ മൗലുദൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യസ്ഥന്റെ അടുത്ത് കുറെ 50-ന്റെ കൊട്ടനുറുപ്പിയും 1-ന്റെ കൊട്ടനുറുപ്പിയും കൊടുത്തിട്ട് പറഞ്ഞു, ആദ്യം ആ നോക്കി ഓതിയത് കുറച്ച് ആളുകളല്ലേ ഉള്ളൂ, അവരെങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ 50 പൈസ കൊടുത്തപ്പോൾ പറഞ്ഞത്രേ, അടുത്ത കൊല്ലത്തേക്ക് മൊല്ലയായി വരുമുണ്ട് കേട്ടോ, അപ്പോൾ 1 രൂപ തരാമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഓര് കാണാതെ ഓതിയതൊക്കെ മൊല്ലയാണ്. അപ്പോൾ മൂപ്പരചാര അതാണ് വലിയ ആൾക്കാർ. അത് കാരണം ഒരു കാണാതെയുള്ള ഓതിയത് എന്നുള്ളതാണ്. തമാശയാണെങ്കിലും ഒരു നിങ്ങളൊന്ന് ചിരിച്ചോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. എന്നാലും ഇപ്പം നിങ്ങൾ ചിരിച്ചില്ലാച്ചപ്പോൾ ഞാൻ എന്താ കാട്ടുക? അപ്പം ചിരിച്ച് നിങ്ങളിങ്ങനെ ഉറച്ചിരുന്നിട്ട് അങ്ങനെ ഷിപ്പാണ്ടാച്ചിട്ട് ഏതായാലും അങ്ങനെ. അപ്പൊ എന്താ ഉണ്ടായിച്ചാല് ഔലിയാക്കളിൽ പ്രധാനി ആരെന്നെയാണ്? മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കളിൽ പ്രധാനപ്പെട്ടത് ആരെന്നെയാണ്? അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ് റളിയല്ലാഹു അൻഹു. എല്ലാ കാലത്തും ഔലിയാക്കൾ ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ എല്ലാ കാലത്തെയും വിലായത്ത് ഒരുപോലെയല്ല. എന്തുകൊണ്ട്? എല്ലാ കാലത്തെയും ഈമാൻ ഒരുപോലെയല്ല, എല്ലാ കാലത്തെയും തഖ്വ ഒരുപോലെയല്ല. അതിനാൽ എല്ലാ കാലത്തെയും വിലായത്ത് ഒരുപോലെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കൾ ഉണ്ടാവും, എല്ലാ കാലത്തും. ചില ആൾക്കാർ പറയും കാലഘട്ടക്കാകെ ഫസാദായി, ഇന്ന ഔലിയാക്കളൊന്നും ഉണ്ടാവില്ല. ഖിയാമത്ത് നാൾ 1-ാം തീയതി സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുന്നത് വരെയും ലോകത്ത് ഔലിയാക്കൾ ഉണ്ടാവും. പക്ഷെ എല്ലാ കാലത്തെയും വിലായത്ത് ഒരുപോലെയല്ല. എന്തുകൊണ്ട്? എല്ലാ കാലത്തെയും ഈമാൻ ഒരുപോലെയല്ല.